അവർ സ്വന്തമായി സൃഷ്ടിച്ച വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ആ ദുരന്ത ഭൂമിയിൽ നിന്നുകൊണ്ട് ബെയിലി പാലം പണിതുകൊണ്ടേ ഇരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ മനോജ്. വിനോദ്, ഇപ്പോൾ ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഈ മഴ പെയ്ത സാഹചര്യത്തിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതിയിൽ നിർത്തേണ്ടി വന്നു. അതിനുശേഷം പുനരാരംഭിച്ചതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള മറ്റു സാമഗ്രികളൊക്കെ തന്നെ ഈ പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈന്യം ഈ രാത്രിയിലും ഇവിടെ തന്നെ ഈ ഒരു പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ആയിട്ട് നിൽക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. എന്തായാലും വലിയൊരു ദുരന്തം, അതിന് രക്ഷകരായി നിരവധി സൈനികരാണ് ഇവിടേക്ക് എത്തിയത്. സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അവർ ഈ ദുരന്ത ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്നു. അതോടൊപ്പം തന്നെ അങ്ങോട്ടേക്ക് എത്തുവാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു പാലം വന്നാൽ മാത്രമേ വാഹനങ്ങൾക്കടക്കം മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. ഈ മുണ്ടക്കൈ പോലുള്ള മേഖലകളിലൊക്കെ ദുരന്തമേറെ നാശം വിതച്ച ഒരു മേഖലയാണ്. അവിടെ നിരവധി വീടുകളുണ്ട്. ആ വീടുകൾ മണ്ണിനടിയിലാണ്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ചൂരൽമല, ഈ മലയിൽ നിന്നും അപ്പുറത്തേക്ക് എത്തുവാനുള്ള ഒരു സംവിധാനം, ആദ്യം ഒരു താൽക്കാലികമായി ചെറിയൊരു പാലമുണ്ടായിരുന്നു. ആ പാലം പിന്നീടുള്ള ഈ മഴയിൽ, അതോടൊപ്പം തന്നെ മുകളിൽ നിന്നും ഒലിച്ചു വന്ന ആ വെള്ളം, അതൊക്കെ തന്നെ ആ പാലത്തെ മൂടുന്ന ഒരു സ്ഥിതിയുണ്ടായി. ആ സാഹചര്യത്തിൽ കൂടിയാണ് എത്രയും വേഗം തന്നെ ഈ ബെയിലിപ്പാലത്തിന്റെ പണി പൂർത്തിയാക്കണമെന്നുള്ള ഒരു കാര്യമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സൈന്യം ഈ രാത്രിയിലും സജീവമായി തന്നെ ഇതിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ട പ്രവർത്തനങ്ങളാണ് തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അങ്ങേയറ്റം വരെ ഈ പാലത്തെ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഇതിന് മുകളിലേക്ക് ഈ പ്ലാറ്റ്ഫോമുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. എന്തായാലും അതിലൂടെ മാത്രമേ വാഹനങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ മറ്റ് അവിടേക്ക് കൊണ്ടുപോകുവാനുള്ള ഉപകരണങ്ങൾ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ഒരു ദുരന്തഭൂമിയിലെ കാഴ്ച, സൈന്യം സജീവമായി തന്നെ ഈ ഇവിടെ വെളിച്ചത്തിന്റെ പ്രശ്നമുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഈ താൽക്കാലികമായി പരിഹരിച്ചുകൊണ്ട് ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഇരുളുമൂടിയ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം ഈ മുണ്ടക്കയിൽ നിന്ന് രക്ഷാപ്രവർത്തകർക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവരൊക്കെ അതിസാഹസികമായാണ് ഈ ചൂരൽമല കടന്ന്, ഈ പുഴ കടന്ന് ഇപ്പുറത്തേക്ക് എത്തുന്നത്. അത്രയധികം ശക്തിയോടുകൂടി ഒലിച്ചിറങ്ങുന്ന ഈ ഒരു ജലം, അതിനെ അതിജീവിച്ച് വേണം ഇപ്പുറത്തേക്ക് എത്തുവാൻ. ആ ചെറിയ പാലത്തിലൂടെ അവരൊക്കെ തന്നെ സാഹസികമായി ഇപ്പുറത്തേക്ക് എത്തുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ കോടമഞ്ഞും ഈ ഒരു പ്രതികൂല കാലാവസ്ഥയും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനം എന്ന് താൽക്കാലികമായി തന്നെ രാത്രിയോടുകൂടി അവസാനിപ്പിക്കേണ്ടി വന്നത്. അതിനുശേഷമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെയോടുകൂടി തന്നെ ഈ പാലത്തിന്റെ ഈ നിർമ്മാണം ഏകദേശമൊക്കെ പൂർത്തിയാക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സൈന്യം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ കാണുന്നത് പോലെ കൃത്യമായും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിനനുസരിച്ച് സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ഈ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു. ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ കൂടുതൽ പേരെ അവിടെ നിന്നും ഇങ്ങോട്ടേ ഇനി കുടുങ്ങി കിടക്കുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ തന്നെ കണ്ടെത്തി ഇതിലൂടെ ഇങ്ങോട്ടേക്ക് അതിവേഗം എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനം അതിവേഗം ഈ മുണ്ടക്കൈ മേഖലയിൽ സാധിക്കുമെന്നുള്ളതാണ് ഈ പാലം വന്നാലുള്ള ഒരു ഗുണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്തുവാനുള്ള ഒരു പ്രതിസന്ധി ആദ്യഘട്ടം മുതൽ തന്നെ, ഈ ഒരു ദുരന്ത വാർത്തയറിഞ്ഞപ്പോൾ തന്നെ നിരവധി രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ സംഘം, അതോടൊപ്പം മറ്റ് ഈ NDRFന്റെ ആയാലും അതോടൊപ്പം തന്നെ ഫയർ എല്ലാ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവിടെ നിന്നും അപ്പുറത്തേക്ക് കടക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിന് താൽക്കാലിക പരിഹാരമുണ്ടായെങ്കിലും പിന്നീട് വാഹനങ്ങളൊന്നും തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റിയില്ല. അത് ഈ രക്ഷാപ്രവർത്തനത്തിന്, അതായത് വേഗത കുറച്ചു വന്നു കടത്തി ഈ റോപ്പിലൂടെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ട് വേണം ഇവിടെ നിന്നും മേപ്പാടിയിലേക്ക്. എന്നാൽ ഈ പാലം വരുന്നതോടുകൂടി തന്നെ അതിവേഗം ഈ രക്ഷാപ്രവർത്തനം നടത്താമെന്നുള്ളത് തന്നെയാണ്. വാഹനങ്ങൾ അടക്കം അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ മേഖലകളെ സംബന്ധിച്ചിടത്തോളം ഈ ചൂരൽമല പ്രദേശം എന്ന് പറയുന്നത് തന്നെ നിരവധി വീടുകളുണ്ടായിരുന്നു, ലയങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് പോലും ഒരു കോൺക്രീറ്റ് പാലം ഉണ്ടായിരുന്നു. ഇവിടേക്ക് വാഹന സൗകര്യമൊക്കെ സജീവമായി തന്നെ എല്ലാ പ്രവർത്തനങ്ങളുമുള്ള ഒരു മേഖല തന്നെയായിരുന്നു. ആ മേഖലയാണ് ഇപ്പോൾ ഈ ഒരു മണ്ണിനടിയിലേക്ക്, ഈ ഒരു
ഒലിച്ചിറങ്ങിയ ഈ പാറക്കൂട്ടങ്ങളും അതോടൊപ്പം ഈ ചെളിയിലൊക്കെ അകപ്പെട്ട് കിടക്കുന്നത്, അതിനുള്ളിൽ ഈ നിരവധി പേർ കുടുങ്ങിക്കിടന്നു. അവരെയൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ രക്ഷിക്കാൻ സൈന്യത്തിന് സാധിച്ചു. ആയിരങ്ങളാണെന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ കണ്ണീരോടെ സംഭാവന അവരൊക്കെ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്തായാലും ഈ ഒരു നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ സജീവമായി തന്നെ തുടരുകയാണ്. രാത്രിയോളം ഇന്ന് ഈ നിർമ്മാണ തന്നെയാണ് സൈനികർ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവരൊക്കെ ഈ ഇറങ്ങിയാൽ പൂഴ്ന്നു പോകുന്ന ഈ ചെളിയാണ് ഇവിടെയുള്ളത്. ആ ചെളിയിൽ നിന്നുകൊണ്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നിരവധി ത്തിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അവരൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടായിരുന്നിട്ടും ആദ്യഘട്ടത്തിൽ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പിന്നീട് മഴയാണ് വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടുള്ളത്. കാരണം ഈ രക്ഷാപ്രവർത്തനം തുടരുന്ന ഈ പുഴയിലുള്ള ഈ ഒഴുക്ക് ശക്തമാവുകയും മുകളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരത്തിലൊരു ഒഴുക്ക് താൽക്കാലികമായിട്ടുള്ള മുകളിലൂടെയൊക്കെ ഈ വെള്ളം വരുന്നു. തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയിരുന്നു. എന്നാൽ ഇനി ഈ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നതിലൂടെ വലിയ പ്രതീക്ഷയാണ്. ഇനിയും കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ ആ മേഖലയിൽ ഇനിയും ജീവൻ ബാക്കിയായി നിരവധി പേരുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവരൊക്കെ തന്നെ കാത്തിരിക്കുകയാണ്. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ. അതുപോലൊപ്പം തന്നെ മൃതശരീരങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. വേദനാജനകമായിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ തന്നെയാണ്. ആ കയറിലൂടെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്, അത് ഇവിടെ നിന്നും മേപ്പാടിയിലേക്ക് കൊണ്ടുപോകുന്നത്. അത്തരത്തിലൊരു ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണ് ഇവിടെ നിൽക്കുന്നവരൊക്കെ തന്നെയും. അതോടൊപ്പം ഈ സൈന്യം ഒരു തരത്തിലുള്ള പിന്മാറ്റവും ഇല്ലാതെ, അതായത് എത്രത്തോളം ഈ ഒരു പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ്. പാലത്തിന്റെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനം ആദ്യഘട്ടം പുരോഗമിച്ചുകൊണ്ടിരുന്നപ്പോൾ മഴ ശക്തമായി പെയ്തപ്പോൾ പകുതിയിൽ ഈ പുഴയിലേക്ക് ഇറങ്ങുവാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിൽ മാത്രം നിർത്തിവെച്ചത്. പിന്നീടാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പാലം വരുന്നതോടുകൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ്. വാഹനങ്ങളൊക്കെ തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കുവാനായിട്ടുള്ള ഒരു പാലമാണ് ഇവിടെ തയ്യാറാകുന്നത്. ഈ പാലത്തിന്റെ മറ്റ് സാമഗ്രികൾ കൂടെ ഇവിടേക്ക് എത്തുന്നതോടുകൂടി കൃത്യമായ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുവാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഈ മുണ്ടക്കൈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ദൃശ്യങ്ങളിലൊക്കെ തന്നെ അതിന്റെ ഭീകരത നമുക്ക് വ്യക്തമാണ്. അത്രയധികം വീടുകളാണ് ഈ മണ്ണിനടിയിൽപ്പെട്ട് ഈ ചളിക്കടിയിൽപ്പെട്ടൊക്കെ കിടക്കുന്നത്. അങ്ങനെ കുടുങ്ങി കിടക്കുന്നവരുണ്ട്. ആ വീടുകൾ പൊളിച്ച് അവരെ പുറത്തേക്ക് എടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ചെളിയിൽ അകപ്പെട്ടു പോയ നിരവധി പേർ, ചേതനയേറ്റ ശരീരങ്ങളുമായി ഇങ്ങോട്ടേക്ക് എത്തുന്ന രക്ഷാപ്രവർത്തകർ, അതൊക്കെ തന്നെ വലിയ തരത്തിൽ വേദന ഉളവാക്കുന്നത് തന്നെയാണ്. ഇവിടെ നിൽക്കുന്ന നാട്ടുകാരൊക്കെ തന്നെ പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു പ്രദേശം ഒന്നുമില്ലാതായി പോയി. കാരണം നിരവധി ജീവനുകളാണ് ഈ മണ്ണിനടിയിൽ തുളിച്ചത്. സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് സൈന്യത്തിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നത്. ആദ്യഘട്ട ഹെലികോപ്റ്ററുകളിലായാലും അതോടൊപ്പം തന്നെ നാവികസേന, അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും രക്ഷാപ്രവർത്തനം. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു പാലത്തിന്റെ നിർമ്മാണം കൂടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിന്റെ നമ്മൾ അവിടുത്തെ കാലാവസ്ഥയുടെ പ്രതിസന്ധിയും ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രത്യേകിച്ചും പ്രകൃതി ദുരന്തത്തിൻ്റെതായ പ്രത്യേകതരമായ ഒരു കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ശക്തമായ മഴയാണ്, കോടമഞ്ഞുണ്ട്, രാത്രിയാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് അവിടെ ഫോണിൻ്റെ ലൈവ് സംവിധാനത്തിൻ്റെ സിഗ്നലിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു. അത്രയധികം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ആ മേഖലയിലാണ്. വെളിച്ചം പോലും ഇല്ലാത്ത സ്ഥലത്താണ് സൈന്യം സ്വന്തമായി വെളിച്ചം സൃഷ്ടിച്ച് ഈ മഴയത്തും അവർ ഈ രാത്രിയുടെ എല്ലാ തടസ്സങ്ങളെയും മറികടന്നുകൊണ്ട് അവർ നാളെ ദുരന്ത ഭൂമിയിലേക്ക് വാഹനങ്ങൾ എത്തിച്ച്, JCB അടക്കമുള്ള വാഹനങ്ങൾ എത്തിച്ച് ദുരന്ത ഭൂമിയിൽ മെച്ചപ്പെട്ട നിലയിലുള്ള തെരച്ചിൽ നടത്തി മനുഷ്യജീവനുകൾ വീണ്ടെടുക്കാനുള്ള സാഹസികമായ പ്രയത്നമാണ് അവിടെ സൈന്യം നിർവഹിക്കുന്നത്. നമുക്കറിയാം, ബെയിലി പാലം എന്ന് പറയുന്നത് മലയാളികൾക്ക് ചിരപരിചിതമാണ്. കാരണം കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പാലങ്ങൾ തകർന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ സൈന്യം
നേരിട്ട് വന്ന ബെയിലി പാലങ്ങൾ നിർമ്മിച്ച കാര്യം ഒക്കെ നമ്മൾക്കറിയാം. അടൂർ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അത്തരം പാലങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബെയിലി പാലം നിർമ്മിക്കുന്നത് അവർ യുദ്ധഭൂമികളിലാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ആ യുദ്ധമേഖലകളിൽ കടന്നു ചെല്ലാനും ഒക്കെ അവർ നിർമ്മിക്കുന്ന വളരെ പെട്ടെന്ന് അവരുടെ എഞ്ചിനീയറിംഗ് വിഭാഗം വളരെ പെട്ടെന്ന് നിർമ്മിക്കുന്ന പാലമാണ് ബെയിലി പാലം. അതിൻ്റെ നിർമ്മാണമാണ് ഈ ദുരന്ത ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനോജ്, ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അവർ രാത്രി എന്നൊന്നും കണക്കാക്കാതെ രാത്രിയിൽ തന്നെ ആ മഴ നനഞ്ഞ് ആ പാലം പണിയുകയാണ്. രാവിലെയോടുകൂടി ഈ ദൗത്യം പൂർത്തിയാകുമെന്ന് കരുതാമല്ലേ? അങ്ങനെയെങ്കിൽ രാവിലെ ഈ പാലത്തിൽ കൂടി JCB അടക്കമുള്ള വാഹനങ്ങൾ അങ്ങേക്കരയിലേക്ക്, പ്രത്യേകിച്ചും മുണ്ടക്കൈയിലേക്ക് കടന്നു ചെന്ന് ആ ദുരന്ത ഭൂമിയിൽ രക്ഷാദൗത്യം വളരെ വേഗത്തിലാക്കാൻ കഴിയും എന്ന് നമുക്ക് വിശ്വസിക്കാമല്ലേ മനോജ്? വിനോദ്, എത്രയും വേഗം തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കണമെന്നുള്ളത് തന്നെയാണ് സൈനികർ വ്യക്തമാക്കിയിരുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ മഴയായാലും അതുപോലെ തന്നെ എന്തൊക്കെ തന്നെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയായി കഴിഞ്ഞാലും ഈ പാലത്തിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സൈനികർ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. എന്തായാലും രാവിലെയോടുകൂടി ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിച്ചാൽ രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമായി നടത്തുവാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു പാലത്തിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഉച്ചയോടുകൂടി ഈ നിർമ്മാണ പ്രവർത്തനം അതിനൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നു. പിന്നീടാണ് അതാണ് ഇത്രയധികം സമയമെടുത്തത് എന്നുള്ള കാര്യമാണ്. എന്തായാലും ഈ ഒരു പ്രവർത്തനം ഇപ്പോൾ രാത്രിയിലും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മഴ നനഞ്ഞുകൊണ്ട് തന്നെയാണ് സൈനികരൊക്കെ ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. മഴ മാത്രമല്ല, ഏറെ പ്രതിസന്ധിയുള്ളത് ഈ ഭാഗത്തൊക്കെ തന്നെ നിൽക്കാൻ പോലും പറ്റാത്തത്രയും ചളിയാണ്. കാരണം ഈ കാലൊക്കെ തന്നെ പൂഴ്ന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഇതിനുള്ളിൽ അങ്ങനെ കല്ലുകളും എല്ലാ തരത്തിലുള്ള ഈ അവശിഷ്ടങ്ങളൊക്കെ വന്ന് നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിലാണ് ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇവിടെയുള്ള സൈനികരൊക്കെ തന്നെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ അതിവേഗം ഏർപ്പെട്ടിട്ടുള്ളതെന്നാണ്. എന്തായാലും കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇവിടെയുള്ള സൈനികർ ഓരോരുത്തരും ഈ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. കൃത്യമായും ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തനം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റുള്ള സാമഗ്രികൾ കൂടെ എത്തുന്നതോടുകൂടി ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അവരൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം രാവിലെയോടുകൂടി ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാവുകയാണെങ്കിൽ എത്രയും വേഗം വാഹനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കുവാൻ സാധിക്കും, ഉപകരണങ്ങളൊക്കെ തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കുവാൻ സാധിക്കും, രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുവാൻ വേണ്ടി സാധിക്കും. എന്തായാലും അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള ഈ ഒരു ദുരന്തമെന്ന് ഇവിടെയുള്ള ജനങ്ങളൊക്കെ പറഞ്ഞു. കാരണം അവരൊക്കെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല തങ്ങൾക്ക് ഇത്തരമൊരു ദുരന്തം ഈ പ്രദേശത്തെ ഒന്നാകെ തന്നെ കവർന്നെടുക്കുന്ന ഒരു ദുരന്തമുണ്ടാകുമെന്ന്. എന്തായാലും ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നിരവധി പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അവരൊക്കെ തന്നെ നമ്മളോട് പങ്കുവച്ചിരുന്നു. കാരണം സൈന്യമെത്തി പല വഴികളിലൂടെയും പല മേഖലകളിലേക്ക് സൈന്യം കടന്നെത്തി അവിടെ നിന്നും അവിടെ രക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന ആ ഒരു അനുഭവമൊക്കെ തന്നെ നിരവധി പേർ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ഏത് വിധേനയും ഈ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എത്രയും വേഗം അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സൈന്യം ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ NDRFിൻ്റെ സംഘവും മറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ആയാലും പോലീസായാലും അതോടൊപ്പം സന്നദ്ധ സംഘടനകളായാലും എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം അത് കൃത്യമായും നിരവധി പേരുടെ ജീവൻ രക്ഷിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ആയിരങ്ങളെയാണ് ഇവിടെ നിന്നും കൈപിടിച്ചുയർത്തി കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടുതലായും ഈ രക്ഷാപ്രവർത്തനം എല്ലാ മേഖലയിലേക്കും എത്തിക്കാൻ സാധിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ട പ്രവർത്തനങ്ങൾ വലിയ പ്രതിസന്ധി നേരിട്ടു. പിന്നീട് ഓരോ ഘട്ടമായി ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം അതിവേഗം തന്നെ മുന്നോട്ട് പോവുകയാണ്. രാത്രി ഈ ലൈറ്റിൻ്റെ സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങൾ JCB അടക്കം ഇവിടെ ഉണ്ട്.
അതോടൊപ്പം ഇന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന ഒരു ഗിറ്റാജി ഈ ഒരു പുഴയിലിറങ്ങിയാണ് ഈ പാർക്കല്ലുകളൊക്കെ മാറ്റിക്കൊണ്ട് ഈ ചളിയൊക്കെ മാറ്റിക്കൊണ്ട് തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് പുഴയുടെ ഒഴുക്ക് ശക്തമായ ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്നും കരയ്ക്ക് മാറ്റേണ്ടി വന്നു. പിന്നീടാണ് ഇത്തരത്തിൽ പാലത്തിൻ്റെ ഈ സാമഗ്രികളൊക്കെ കൊണ്ടുവന്ന നിർമ്മാണം അങ്ങനെ തുടർന്നത്. എന്തായാലും സൈന്യം സജ്ജമാണ്. ഇവിടെ എല്ലാ തരത്തിലുള്ള ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ സൈനികരൊക്കെ ഒന്നായി തന്നെ കണ്ടിട്ടില്ലാത്തതുപോലെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നമുക്കറിയാം, പ്രളയകാലത്താണ് ഇത്തരത്തിൽ എല്ലാ സമൂഹത്തിലെ എല്ലാ ആളുകളും, എല്ലാ രാഷ്ട്രീയ കക്ഷികളും, എല്ലാ ഭരണകർത്താക്കളും ഒന്നിച്ച് കൈകോർത്ത് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ കാലമെന്ന് പറയുന്നത് പ്രളയമാണ്. അതിനുശേഷം ഇത്തരത്തിൽ വയനാട്ടിലേക്ക് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവർ ഒരേ മനസ്സോടെ നിന്ന് വയനാടിനെ തിരികെ പിടിക്കാൻ, അവരുടെ ജീവിതം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു.